അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് മൂടി പുതച്ച് ഉറങ്ങുകയാണ്. ഉമ്മക്കൊരു സമാധാനവുമില്ല. ഉമ്മ ഷമ്മാസിൻ്റെ റൂമിലെത്തി. ഷാമോനെ, മോനെ, എടാ, അല്ലാ, നല്ലോണം ചുട്ട് പൊള്ളുന്നുണ്ടല്ലോ. ഉമ്മയുടെ കൈകൊണ്ട് ഷമ്മാസിൻ്റെ നെറ്റിയിൽ തടവിക്കൊടുത്തു. മോനെ, വാ, എണീക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഉമ്മ, അത് വേണ്ട, മാറിക്കോളും. എൻ്റെ കുട്ടിക്ക് ഇപ്പം അടുത്തൊന്നും പനിച്ചിട്ടില്ലല്ലോ. ഇപ്പം എന്തെങ്ങനെ? നല്ല പനിയാണല്ലോ. വേണ്ടുമ്മ, അത് മാറിക്കോളും. ആളിനടുത്തുള്ള ആ ബ്ലാങ്കറ്റ് ഒന്നുകൂടി ഷമ്മാസ് വലിച്ച് തലയിലേക്കിട്ടു. മോനെ, എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും കെടുക്കാറില്ലല്ലോ. എനിക്കൊരു സമാധാനമില്ല. മോനെ, ഞാൻ നവാസിനെ വിളിക്കട്ടെ കേട്ടോ. ഉമ്മ, വേണ്ട, അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ട. പിന്നെന്താ കുട്ടിയെ, ഒന്ന് എണീറ്റിരിക്ക്. വാ, ഈ കഞ്ഞിയൊന്ന് കുടിക്ക്. നേരത്തെ ചായയും കടിയും കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിച്ചു, പക്ഷേ അതൊന്നും കുടിച്ചില്ല. എന്നാ ഈ കഞ്ഞിൻ്റെ വെള്ളങ്ങളൊന്ന് കുടിക്കും മോനെ. ഇങ്ങനെ ആയാലും ഇപ്പം എങ്ങനെ? ഉമ്മ റൂമിലേക്ക് കഞ്ഞി കൊണ്ടുവന്ന് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും കുടിക്കാനും എണീക്കാനും ഷമ്മാസിന് കഴിയുന്നേ ഇല്ല. വാ, ഉമ്മാൻ്റെ കൈ പിടിക്ക്. വാ. ഉമ്മ അവനെ അതാ താങ്ങുന്നു. ഇതാ ഉമ്മാൻ്റെ നെഞ്ചിൽ ചാരിക്കെടുക്ക്. എൻ്റെ കുട്ടിക്ക് ഞാൻ കഞ്ഞി കോരിത്തരാം. ഉമ്മ, എനിക്ക് വേണ്ടായിട്ടാണ്. വേണമെന്നുണ്ട് ഞാൻ കുടിക്കുമല്ലോ. മോനെ, അത് പറഞ്ഞാൽ പറ്റില്ല. നല്ലോണം ഉപ്പിട്ട് കഞ്ഞി എടുത്തിട്ടുണ്ട്. ചെറിയരിന് കഞ്ഞിയാണ് ഞാൻ വെച്ചത്. നിനക്ക് സുഖമില്ലാന്ന് വന്നപ്പോൾ ഞാൻ വേഗം വെച്ചതാണ്. എന്നാ ഇത് കുടിക്ക്. അല്ലാതെ ഇപ്പോൾ ഒന്നും കുടിക്കാതെന്നാലിപ്പോൾ എങ്ങനെ? ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷമ്മാസ് ആ കഞ്ഞി കുടിക്കുവാൻ വേണ്ടി വായ തുറന്നു. ഉമ്മ അവൻ്റെ വായിലേക്ക് അതാ കഞ്ഞി കോരി കൊടുക്കുന്നു. ഉമ്മ, നല്ല കയ്പുണ്ടുമ്മ. മോനെ, അത് പനിച്ചിട്ടാടാ. നിനക്ക് ഉള്ളിക്കും നല്ലോണം പനിയുണ്ട്. അതുകൊണ്ടാണ്. ഇങ്ങനെ നിന്നാൽ കാര്യമില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്താ നീ പറഞ്ഞിട്ട് കേൾക്കാത്തത്? ഉമ്മ, ഒരു ദിവസം ഒന്ന് പനിച്ചോട്ടെ. പനിച്ച ശരീരത്തിലെ അണുക്കളൊക്കെ ഒന്ന് ചാവട്ടെ ഉമ്മ. എനിക്ക് മതി. മോനെ, ഒരു കയ്യിലാണ് ഈ കുടിച്ചത്. രണ്ട് കയ്യിലും കൂടി എൻ്റെ കുട്ടി കുടിക്ക്. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചല്ലത് ഞാൻ. എന്താ മോനെ? ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഷമ്മാസ് കുറച്ചുകൂടി കഞ്ഞി കുടിച്ചു. മോനെ, ഇതാ ഉമ്മ ഉപ്പിലിട്ട് നാരങ്ങയാണ്. ഇതും കൂട്ടി കുടിച്ചാൽ കുറേയൊക്കെ വായൻ്റെ കയ്പ്പ് പോവും. എന്നാ ഇത് കൂട്ട്. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് കഞ്ഞി കുടിച്ച് ഷമ്മാസ് ഇതാ അവിടെ തന്നെ കിടന്നു. ഉമ്മ അവൻ്റെ ശരീരത്തിൽ മുഴുവനായിട്ട് ബ്ലാങ്കറ്റ് പുതച്ചു കൊടുത്തു. അപ്പോഴേക്കും ഉമ്മ അടുക്കളയിൽ പോയി. അടുക്കള ഭാഗത്തുള്ള പൂന്തോട്ടത്തിൽ കുറച്ച് തുളസിയില ഉണ്ടായിരുന്നു. അത് ഉമ്മ നുള്ളിയെടുത്തു കൊണ്ടുവരുന്നു. ഇതൊന്ന് ആവി പിടിച്ച് നോക്കാൻ, എന്നാൽ കുറേയൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. ഉമ്മ അത് ഒരു കലത്തിലിട്ട് തിളപ്പിക്കുന്നു. നല്ലവണ്ണം തിളപ്പിച്ചു. അതിൽ നല്ല രീതിയിൽ കല്ലുപ്പും ചേർത്തു. മോനെ വിളിക്കാൻ വേണ്ടി ഉമ്മ പോയി. മോനെ, ഷാമോനെ, എൻ്റെ കുട്ടി വന്ന് ഒന്ന് ആവി പിടിക്ക്. എന്നാൽ ആ തലൻ്റെ കനൊന്ന് പോയി കിട്ടും. വാ, എൻ്റെ കുട്ടി എണീക്ക്. ഉമ്മ, എനിക്ക് വയ്യമ്മ എണീക്കാൻ. മോനെ, അത് പറഞ്ഞാൽ പറ്റില്ല. വാ, അങ്ങോട്ട് വാ. അല്ലെങ്കിൽ ഞാൻ ആ ചൂടുള്ള അത് ഇങ്ങോട്ട് കൊണ്ടുവരണോ? അതിനേക്കാളും നല്ല മോന ടേബിളിൻ്റെ അടുത്തുനിന്ന് വന്നിരുന്നാൽ ആ ടേബിളിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കാം പാത്രം. വാ, പൊതുപ്പ് തലയിലൂടെ ഇട്ട് കുറച്ച് സമയം ഒന്ന് ആവി പിടിച്ചാൽ തലൻ്റെ കനെങ്കിലൊന്ന് പോയി കിട്ടും. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ ഷമ്മാസ് എണീക്കുന്നു. ഇല്ല, എണീക്കാൻ കഴിയുന്നില്ല. കൈകാലുകൾ വല്ലാതെ തളരുന്നു. തല കറങ്ങുന്ന പോലെ. ആകെ ഒരു വിങ്ങൽ. മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കുന്നു. അപ്പോഴും ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് ഉമ്മ കണ്ടു. മോനെ, എന്തിനെൻ്റെ കുട്ടി കരയുന്നത്? തല വേദനിച്ചിട്ടാണോ? ഉമ്മ. മോനെ, എൻ്റെ കുട്ടി എണീക്ക്. ഉമ്മ അവൻ്റെ കൈ പിടിച്ചു. ആ ടേബിളിനടുത്ത് അതാ ഷമ്മാസ് വരുന്നു. അപ്പോഴേക്കും ഉമ്മ ആ തിളപ്പിച്ച പാത്രത്തിലെ വെള്ളം അവിടെ കൊണ്ടുവന്ന് വെച്ചു. മോനെ, നല്ലോണം തല ആ പാത്രത്തിലേക്ക് താഴ്ത്തി വെക്ക്. ഉമ്മ വേഗം ഒരു പുതപ്പിട്ടുകൊണ്ട് ഷമ്മാസിൻ്റെ തലയിലൂടെ മൂടി. പിന്നെ നല്ലോണം ആവി അങ്ങോട്ട് ശ്വസിക്ക്. തലവേദനയും ഒക്കെ മാറട്ടെ. അത് നല്ല കരിന്തുളസിയുടെ ഇലയും കല്ലുപ്പുമാണ്. തലയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. ഒരുപാട് സമയം ഉമ്മ അവനെ കൊണ്ട് ആവി പിടിപ്പിച്ചു. ഷമ്മാസ് അതാ വിയർക്കുന്നു. ഉമ്മ, ഞാൻ വല്ലാതെ വിയർത്തു. ഉമ്മ പുതപ്പ് മാറ്റി കൊടുത്തു. അതെ, തൻ്റെ മോൻ വിയർത്തൊഴുകുന്നുണ്ട്. ഉമ്മ ആ ആവിയൊക്കെ മുഖത്തേക്ക് അടിച്ചിട്ടേ ദാ വല്ലാണ്ട് വിയർത്തു ഞാൻ. ഇനി മതി ഉമ്മ. ഷമ്മാസ് അവൻ്റെ മുഖം നന്നായിട്ടൊന്ന് കഴുകി. മോനെ, നീ പച്ചവെള്ളം കൊണ്ട് ഇപ്പോഴങ്ങനെ കഴുകല്ലേ.
അതൊക്കെ ഒന്ന് മാറിക്കോളും. ശരിക്ക് നിനക്ക് ഉള്ളിൽ നല്ല പനിയുണ്ട്, അതാണത്. ഷമ്മാസ് വീണ്ടും റൂമിലേക്ക് എങ്ങനെയോ വെച്ച് നടന്നെത്തി. അവൻ ആ ബെഡിലിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ ആ ജനലൊക്കെ അങ്ങ് തുറന്നിട്ടാളാ. അതിങ്ങനെ എപ്പോഴും അടച്ചിട്ട് AC ഇട്ടല്ലേ കിടക്കാറുള്ളത്. പിന്നെ ഇപ്പം എങ്ങനെ കുറച്ചൊക്കെ ഒന്ന് പ്രകൃതിത്തെ കാറ്റൊക്കെ ഒന്ന് കൊള്ളണേ. ഉമ്മ പുറത്തേക്കുള്ള ആ ജനലെല്ലാം തുറന്നിട്ടു. ആ ജനലിലൂടെ ഷമ്മാസ് പുറത്തേക്ക് നോക്കി. അതെ, അതാ നടന്നു വരുന്നു എൻ്റെ ഹിജാബി. ശരിക്കും അവളുടെ അതേ രൂപം തന്നെ. തൻ്റെ ഹിജാബി വരുന്നത് പോലെ ഷമ്മാസിന് തോന്നുകയാണ്. അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഹേയ്, ഇല്ല, അത് ഒരിക്കലുമല്ല. അല്ലെങ്കിലും ഹിജാബി എന്നെ തേടി ഇനി വരില്ലല്ലോ. അവൾ പോയില്ലേ. മറ്റൊരുത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിന് വേണ്ടി അവൾ തയ്യാറെടുക്കുകയാണ്. ഒരിക്കലും എന്നെ അവൾ ഇനി കാണാൻ ഇഷ്ടപ്പെടില്ല. വാട്സപ്പ് വരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഒരിക്കലും അവൾ ഇഷ്ടപ്പെടില്ല എന്നെ. അവളുടെ സ്വപ്നലോകത്തിലെ രാജകുമാരൻ ഇപ്പം ആരോ ആണ്, മറ്റാരോ. ഒരിക്കലും ഞാനല്ല. അവൾ എന്നെ തേടി വരില്ല എന്നെനിക്കറിയാം. വീണ്ടും ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. തലവേദന കൂടുന്നു. ശരിക്കും അവന് അറിയാതെ അതാ ആ ബെഡിലേക്ക് മയങ്ങി വീഴുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉമ്മ വന്ന് വിളിക്കുന്നു, മോനെ ദാ ഈ ചുക്ക് കാപ്പി ഒന്ന് കുടിക്കേ. ഷമ്മാസ് കണ്ണു തുറക്കുന്നില്ല. മോനെ എണീക്കടാ, എൻ്റെ കുട്ടി എണീക്ക് ഡാ. അല്ലാ, ഉമ്മ അവനെ തൊട്ട് നോക്കിയപ്പോൾ ഉമ്മാൻ്റെ കൈ വരെ പൊള്ളിപ്പോയി. പടച്ച റബ്ബേ, എന്താണിത്, ഇങ്ങനെ ശക്തമായ പനി. ഉമ്മ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി ഒരു ശീലയെടുത്ത് നനച്ച് കൊണ്ടുവന്നു അവൻ്റെ നെറ്റിത്തടത്തിൽ ഇട്ടുകൊടുത്തു. പക്ഷേ ആ തുണിയടക്കം വല്ലാതെ അങ്ങ് പൊള്ളിപ്പോകുന്നു. അത് പെട്ടെന്ന് ഉണങ്ങുന്നു. ഉമ്മ അത് വീണ്ടും വീണ്ടും നനച്ച് തുടച്ചു കൊടുക്കുകയാണ്. അല്ലാ, എൻ്റെ കുട്ടിക്ക് എന്താ റബ്ബേ എങ്ങനെ പനി. പഠിച്ചോനെ, ഇതിപ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പോഴത്തെ കാലമാണ്. പണ്ടത്തെ കാലത്താണെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സയൊക്കെ ചെയ്ത് ആണ് മാറ്റേനു. ഇപ്പം ആണെങ്കിൽ അതും പറ്റൂല. എന്ത് പനിയാന്നാവും എൻ്റെ കുട്ടിക്ക് റബ്ബേ. ഷാമോനെ, എടാ ഉമ്മാൻ്റെ കുട്ടി എണീറ്റാണേ, ദാ ഈ ചുക്ക് കാപ്പി ഒന്ന് കുടിച്ചാണേ. അവന് മിണ്ടാൻ വരെ കഴിയുന്നില്ല. അവൻ പതുക്കെ തലയാട്ടുന്നു, വേണ്ട എന്നുള്ള നിലക്ക്. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോകും റബ്ബേ, പൊള്ളുന്ന പനിയാണ്. ഉമ്മ പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങി നവാസിനെ വിളിക്കുന്നു. നവാസേ, മോനെ നവാസേ. ഇല്ല, കേൾക്കുന്നില്ല. അവരെല്ലാം മുകളിലുള്ള റൂമിലാണ്. എന്തപ്പം നീ ചെയ്യുക? ഉമ്മ ഫോണെടുത്ത് വിളിക്കുന്നു നവാസിൻ്റെ ഫോണിലേക്ക്. നവാസേ, ഷാമോന് തീരെ വയ്യടാ, നല്ല പനി. എന്താ ചെയ്യുക, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഉമ്മ, എന്താ പനി സുഖമായിട്ടില്ലേ? അപ്പോൾ ഇവളോട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ സുഖമായിക്കണേ, ഓൻ അവിടെ വന്നിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. മോനെ, ഇപ്പോൾ അതാ നല്ലോണം പനിയുണ്ട്, ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വാ. നവാസ് അതാ ഇറങ്ങി വരുന്നു. പിന്നിലായിക്കൊണ്ട് ഫസീലത്തെയും. നവാസ് ഷമ്മാസിൻ്റെ റൂമിലെത്തി. തൊട്ട് നോക്കി അവനെ. നല്ല പനിയുണ്ട്. അപ്പോഴേക്കും ഫസീലത്ത, പനി എങ്ങനെ ഇല്ലാതിരിക്കും? ഓരോന്ന് മനസ്സിൽ വെച്ചൊക്കെ നടക്കല്ലേ. അതിപ്പോൾ നടക്കാതെയൊക്കെ ആകുമ്പോഴേ അങ്ങനെ വല്ല പനിയും അസുഖമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിലും ഈ പ്രായം ആൺകുട്ടികളൊക്കെ ആകുമ്പോഴേ മൂത്തോർ പറഞ്ഞ കുറച്ച് കേൾക്കണം. ഇത് അവനാൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ തോന്നിയ പെണ്ണുങ്ങളെയും സ്നേഹിച്ചിങ്ങനെ നടക്കലല്ല. ഒരു രണ്ടാം കെട്ടുകാരനെയും വിറ്റ് വന്നിക്കണ് മോന്. കുറച്ച് പനിച്ചവിടെ കിടക്കട്ടെ, എന്നാലേ ഓൻ്റെ അസുഖം മാറുള്ളൂ. ഷമ്മാസ് അത് ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഓന് വേറെ അത് പെണ്ണിനും കിട്ടിയില്ല, ഒരു രണ്ടാം കെട്ടുകാരനെയും വെച്ച് നടക്കുകയാണ്. എന്താപ്പോൾ ഓൻ്റെ കഥ? ഉമ്മ പറഞ്ഞു, ഫസീല, ഈ ഒരു സമയത്ത് എൻ്റെ കുട്ടീനോട് ഈ അങ്ങനെ പറയല്ലേ. ഓൻ പനിച്ച് കിടക്കണേ കണ്ടില്ലേ. ഈ ഒരു സമയത്താണോ എൻ്റെ കുത്തുവാക്ക്? ഓന് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാമെന്നാണോ? അപ്പോൾ അല്ലേ, നമ്മൾ പറഞ്ഞാലൊന്നും ഓനൊന്നും നടക്കൂല. ഓനെൻ്റെ ഇഷ്ടം പോലെ നടക്കുള്ളൂ. ഞാൻ എത്രയേ പറഞ്ഞു എൻ്റെ ആങ്ങളുടെ മോളെ കെട്ടിക്കോ കാണാൻ പോകുമെന്ന്. ഓൻ പുല്ല് വില കൽപ്പിച്ചില്ല, അനുഭവിക്കട്ടെ ഓന്. ഇപ്പോൾ കണ്ടില്ലേ കിടക്കണ്. ഇനി കെട്ടി കൊടുന്നോട്ടെ ആരെങ്കിലൊക്കെ. നമ്മൾ ഒരു കാര്യത്തിനുമില്ലേ, നമ്മളൊന്നിനുമില്ല. ഓൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. ഒന്നുമില്ലെങ്കിൽ ഞാനോൻ്റെ ഒരു മൂത്തച്ചിയല്ലേ, കുറച്ചെങ്കിലും നമ്മൾ വാക്കിനൊരു വില കൊടുക്കണ്ടേ. അല്ലാതെ ഇപ്പോൾ ഓൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ. ഫസീല മിണ്ടാതിരിക്കേ. അപ്പോഴേക്കും നവാസ് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഞാൻ മിണ്ടിയാ വല്ല കേടാണ്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല.
ഫസീല നാവടക്ക്, ഈ സമയത്താണോ ഈ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓനവിടെ സുഖമില്ലാതെ കിടക്കണ നീ കണ്ടില്ലേ? നവാസ് വീണ്ടും അവളോട് ദേഷ്യപ്പെട്ടു. ഞാനൊന്നും പറയുന്നില്ലേ, ഞാനിവിടെ പോയിക്കോളാം. അല്ലെങ്കിലും എന്തൊക്കെ തന്നെയായാലും ഉമ്മാൻ്റെ അനിയൻ്റെ ഭാഗത്ത് എപ്പോഴും നിൽക്കുള്ളൂ, ഞാൻ പറയുന്നതൊക്കെ തെറ്റുമായിരിക്കും. ഫസീല ദേഷ്യപ്പെട്ടുകൊണ്ട് അതാ മുകളിലത്തെ റൂമിലേക്ക് കയറി പോകുന്നു. ഷമ്മാസേ മോനെ എണീക്കടാ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇക്കാക്ക പറയുന്നു. ഇക്കാക്ക അത് സാരില്ല, മാറിക്കോളാം, അത് സുഖമില്ലെങ്കിൽ നാളെ പോവാം. വേണ്ട, നിനക്ക് ശക്തമായ പനിയാണ്, ദാ നിന്നെ തൊട്ടിട്ട് തന്നെ പൊള്ളാണ്, നീ എണീക്ക്. ഡ്രസ്സ് മാറാൻ കഴിയുമോ? അല്ലെങ്കിൽ വാ ഞാൻ മാറ്റിത്തരാം. വേണ്ട, ഞാൻ മാറ്റിക്കോളാം. മോനെ എന്നാൽ നീ പോയി ഡ്രസ്സ് മാറ്റി വാ, ഉമ്മ പറഞ്ഞു. നവാസ് റൂമിലേക്ക് പോയി. ഷമ്മാസിൻ്റെ ഇട്ട ആ ഷർട്ട് അതാ ഉമ്മ പതുക്കെ ഊരുന്നു. ഉമ്മ, എൻ്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നു, എനിക്ക് ഊരാൻ പോലും കഴിയുന്നില്ല. മോനെ അത് സാരല്ലടാ, ഒക്കെ ശരിയാവും. വാ, ഏത് ഷർട്ടാണ് വേണ്ടത്? ഇത് മതിയോ? ഏതായാലും കുഴപ്പമില്ല. ഷമ്മാസിന് അതാ ഉമ്മ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നു. ഉമ്മ ഞാനൊന്നുകൂടി കിടക്കട്ടെ. മോനെ ഇനി കിടക്കല്ലടാ. അപ്പോൾ മുകളിലത്തെ റൂമിൽ നവാസിൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. നവാസ് ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നപ്പോൾ, അല്ല നിങ്ങളെങ്ങോട്ടാ? ഞാൻ ഷാമോന് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ. എന്താ? തൽക്കാലം നിങ്ങൾ പോകണ്ട, പോവുകയാണെങ്കിൽ അവർ ഒറ്റക്കാണ് പോയിക്കോട്ടെ. ഉമ്മയും മോനും എപ്പോഴും ഒരു ടീമാണല്ലോ. എന്താണ് ഒരു സ്നേഹം. പോയിക്കോട്ടെ, അവർ പോയിക്കോട്ടെ, നിങ്ങളിപ്പോൾ എന്തിനാണ് പോകുന്നത്? അല്ലെങ്കിലും ഇങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ എൻ്റെ ആങ്ങളുടെ മോളെ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് പോലും ഓനത് ചെവി കൊണ്ടിട്ടില്ല. ഉമ്മാക്കും ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്ക് ഓനോട് പെരുത്ത് ദേഷ്യമാണ്, ഓനോട് ഇഷ്ടമില്ല എനിക്ക്. ഓൻ ഏതോ ഒരു പെണ്ണിനെയൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കല്ലേ. അതൊക്കെ നടക്കും, ഇതേതായാലും നടക്കൂല. ഞാൻ പറഞ്ഞു പോയി, നമ്മളിപ്പോൾ ഒരു ചതിയന്മാരായി മാറിയില്ലേ. എൻ്റെ പൊന്നാര ഫസി, എന്നോട് ഇപ്പോൾ ആരാ അത് പറയാൻ പറഞ്ഞത്? ഈ ജസ്റ്റ് ഓനോട് ചെന്ന് ചോദിച്ചിരുന്നു ഫസ്റ്റ് ഒന്ന്, എൻ്റെ ആങ്ങളുടെ മോളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ കാര്യം ഈ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ ഷമ്മാസിനോട്? നീ അവനെ അറിയാതല്ലേ ഫോട്ടോ വരെ അയച്ചു കൊടുത്തത്? അങ്ങനെയൊക്കെ ചെയ്യണ പാടുണ്ടോ? പറ. അല്ലെങ്കിലും എൻ്റെ ഭാഗത്ത് നിങ്ങൾ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടുകാരനാണ് ഏറ്റവും വലുത്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റമാണ്, തെറ്റാണ്. ഫസീല, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നിൻ്റെ സ്വഭാവം കൊണ്ടാണ്. നീ എന്താ അവൻ്റെ കൂടെ പോകണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എത്രയൊക്കെ തന്നെയായാലും എൻ്റെ കൂടെപ്പിറപ്പല്ലേ ഓനെ. പിന്നെ ഓനെ ആര് കൊണ്ടാനാ? ഞങ്ങളെ ബാപ്പ ഇവിടെ അല്ല, ഞങ്ങളെ ബാപ്പ മരിച്ചു പോയിക്കണേ. അപ്പോൾ ബാപ്പാൻ്റെ സ്ഥാനത്താണ് ഞാൻ ഓനക്ക്. പിന്നെ എന്നെ പേടിച്ച് ഇവിടെ ഇങ്ങനെ അങ്ങ് നിൽക്കാന്ന് മാത്രം. ഓഹോ, ബാപ്പാൻ്റെ സ്ഥാനത്തുള്ള ജ്യേഷ്ഠന് അല്ലേ? ആയിക്കോട്ടെ. എന്നാലേ പുന്നാര ബാപ്പുണ്ടല്ലോ, വേഗം ഓന് ഇഷ്ടപ്പെട്ട പെണ്ണിനാണ് കെട്ടിച്ചെടുത്താളേ. എന്നാൽ പിന്നെ അവൻ്റെ ടെൻഷനും പനിയൊക്കെ മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഫസീല മിണ്ടാതിരിക്ക്. ഈ ഒരു അവസ്ഥയിൽ പറയേണ്ട വാക്കുകളല്ലത്. ഓന് തീരെ വയ്യാതെ നിൽക്കുകയാണ്. ഞാൻ പോയിക്കോളാം, നിങ്ങൾ ഇഷ്ടമല്ലേ പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. നിങ്ങളും വേണമെങ്കിൽ ഒരു ഒത്തിരി കെട്ടിക്കൊടുന്നോളി, എന്നിട്ട് സുഖമായി ഇവിടെ ജീവിച്ചോളി. അല്ലാതെ നിങ്ങളതിങ്ങനെ കേട്ടുകാണ്ട് നിങ്ങളൊരു അടിമയായി നിൽക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റൂല. അടിമല്ലേ, ഇതാണോ അടിമ? അൻ്റെയൊക്കെ അത്ര സുഖം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താണ് തോന്നുമ്പോൾ എണീറ്റ് അടുക്കളയിൽ പോവുക, അവിടെ പോയി ഭക്ഷണം കഴിക്കുക, ഉമ്മ ഉണ്ടാക്കി വെച്ച് കഴിക്കുക, തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക. എന്തൊരു സുഖം അങ്ങനെയൊക്കെ. കുട്ടികളെ കാര്യം വരെ ഉമ്മയാണ് നോക്കണത്, അതുപോലെ നീ ശ്രദ്ധിക്കണില്ല. ഭക്ഷണം നേരത്തിന് കൊടുക്കണില്ല, കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ. പിന്നെ ഇപ്പോൾ ഇതാണോ എൻ്റെ കഷ്ടപ്പാട് ഇവിടെ? എനിക്കൊക്കെ ഇവിടെ സ്വർഗ്ഗമല്ലേ? ഇങ്ങനത്തെ ഒരു ഉമ്മാനെ കിട്ടീന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ? വേറെ എവിടെയെങ്കിലും കണ്ടിക്കണോ? എണീറ്റ് വരുമ്പോൾ തന്നെ ചായയും കടിയും റെഡിയാക്കി ടേബിൾ മേൽ വെക്കുക, ചോറും കറിയും ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് മരുമക്കളെയൊക്കെ തീറ്റിക്കുക. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടൂടി ഈ ഒരു സുഖം? എനിക്കൊക്കെ ഇവിടെ സ്വർഗ്ഗമാണ്, ഈ കൂട്ടിക്കോ. ഇനിയിപ്പോൾ ഈ അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടാനായിരിക്കും അല്ലേ? തിരക്കേടില്ല, എല്ലാവരും കണക്ക് തന്നെയാണ്. ഫൈസൽ ഓന അങ്ങനെ കാട്ടിക്കൂട്ടി. ഇപ്പോൾ ദാ ഷമ്മാസ് ഒരു രണ്ടാം കെട്ടുകാരിയെ. ഇപ്പോൾ ദാ വലിയ കാക്കാക്കും ഒരു മോഹമുണ്ട്, അനിയന്മാരും ഏട്ടന്മാരും ഇങ്ങനെ കാട്ട് കണ്ടിട്ട്. ഫസീല മിണ്ടിപ്പോരുത്, അനാവശ്യം പറയരുത്. ഞാനതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി നീ അതൊന്നും ചിന്തിപ്പിക്കുകയും ചെയ്യരുത്. കെട്ടിക്കോളി, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ എന്താ, ഞാൻ എൻ്റെ കുട്ടികളായിട്ടാണ് പോവും. നീ എപ്പോഴത് പറഞ്ഞ് വീമ്പിളക്കും. പോയി കഴിഞ്ഞാൽ 2 ദിവസം പോലും നിൽക്കൂല. അതാണ് ഓളെ പറച്ചിൽ.
നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളെ അമ്മാനെയും നിങ്ങളെ അനിയനെയൊക്കെ ഇട്ടാണ് നടന്നോളി. എൻ്റെ വാക്കിന് ഒരു വിലയില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴേതാ ഉമ്മ താഴേന്ന് വിളിക്കുന്നു. നവാസേ മോനെ കഴിഞ്ഞില്ലടാ. ഇതാ വിളിക്കുന്നുണ്ട്, വേ ഇറങ്ങിപ്പോയിക്കോളി. ഈ ഒന്നും മിണ്ടാതിരിക്കുമോ? ഇച്ചിരി സ്വസ്ഥത കിട്ടുമല്ലോ, പോയിക്കോളി. ഉമ്മാൻ്റെ അനിയൻ്റെ ഒപ്പം നല്ല സ്വസ്ഥത കിട്ടും. ഷമ്മാസിന് ബെഡിൽ നിന്ന് എണീക്കാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു. മോനെ, അപ്പോഴേക്ക് നവാസ് ഇറങ്ങി വന്നു. മോനെ, എടാ ഓനക്ക് നടക്കാനേ കഴിയുന്നില്ല, വാ ഓൻ്റെ ആ കയ്യൊന്ന് എൻ്റെ തോളിലൂടെ ഇട്, വാ ഞാനും പിടിക്കാം ഒരു ഭാഗത്ത്. ഉമ്മ നിങ്ങൾ പിടിക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. മോനെ ഇതാ ഞാനും വരുന്നുണ്ട്. ഉമ്മ അപ്പോഴേക്കും പർദ്ദ ഇട്ടിരുന്നു. ഉമ്മ നിങ്ങൾ വരണോ? നിങ്ങളിവിടെ നിന്നോളി. അല്ല മോനെ ഞാനും വരാം. അപ്പോഴേക്കും കാറിൻ്റെ കീ എടുത്ത് നവാസിൻ്റെ അടുക്കൽ കൊടുക്കുന്നു. എന്നാ മോനെ. ഷമ്മാസിൻ്റെ കാറിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഷമ്മാസിന് ഒട്ടും നടക്കാനേ കഴിയുന്നില്ല, കാൽ നിലത്ത് വെക്കാൻ കഴിയുന്നില്ല, ശരീരമാസകലം വല്ലാത്ത വേദന. അപ്പോഴേക്കും ഉമ്മ ഡോർ തുറന്ന് അതാ ആ കാറിൻ്റെ സീറ്റ് ചാരിയിടുന്നു. ഷമ്മാസ് പതുക്കെ അതാ അതിലേക്ക് കയറുന്നു. ഓ എനിക്ക് കഴിയുന്നില്ല മോനെ, സാരല്ലടാ. ഉമ്മ അതാ ബാക്കിൽ കയറുന്നു. നവാസ് വണ്ടി എടുത്ത്. മോനെ ഒരു മിനിറ്റ്, ഇതാ ഇപ്പോൾ വരാം. എന്താ ഉമ്മ? ആ വാതിൽ ചാരിയിട്ടില്ലേ, അങ്ങനെ മലർത്തിയിട്ട് പോകുന്നതാണ്. ഉമ്മ അതൊക്കെ അവരടച്ചോളൂ, അവരില്ലേ 2 പെണ്ണുങ്ങളില്ലേ മുകളിൽ. അവരൊന്നും അടക്കൂല മോനെ, അവർക്ക് യാതൊരു ശ്രദ്ധയില്ല. ഉമ്മ പെട്ടെന്ന് തന്നെ ആ വാതിൽ ചാരി വേഗം കാറിലേക്ക് കയറി. കാരണം വിശ്വസിക്കാൻ പറ്റില്ല, അവരെന്ന് വെച്ചാൽ മുകളിൽ തന്നെ നിൽക്കുകയുള്ളൂ. ഫുഡിൻ്റെ കാര്യത്തിന് മാത്രമേ അവർ താഴേക്ക് ഇറങ്ങി വരുള്ളൂ. പിന്നെ അവരുടെ ജോലി പുറത്തേക്ക് പോകേണ്ട ആവശ്യത്തിന് മാത്രമേ അവർ ഇറങ്ങുള്ളൂ. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം താഴെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. ആരെങ്കിലൊക്കെ വന്നാലേ. അതിൽ നവാസ് പറഞ്ഞു, ഉമ്മ നിങ്ങളെന്തിനാ ക്യാഷൊക്കെ ഇങ്ങനെ അലമാരയിലൊക്കെ വെച്ച് നിൽക്കണത്? ഉമ്മക്ക് ബാങ്കിലിട്ടൂടെ? മോനെ അത് കുറച്ച് ഞാനങ്ങനെ വെക്കണതാണ്. പിന്നെ പള്ളിക്ക് കൊടുക്കാനുള്ളതും ഉപ്പാക്കും വേണ്ടിയുള്ളതും അതൊക്കെ ഞാൻ ഇവിടെ വെക്കും. അതൊക്കെ പറഞ്ഞാൽ കയ്യിൽ കൊടുക്കേണ്ടതല്ലേ. പിന്നെ ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ ബാങ്കത്തതും എല്ലാം ഇപ്പോൾ ബാങ്കിൽ വെച്ചാൽ പെട്ടെന്ന് ഒരാൾ മുമ്പിൽ വന്ന് കൈ നീട്ടിയാലും കൊടുക്കാൻ പൈസ ഉണ്ടാവില്ലല്ലോ. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതും വേണ്ടി വരും. ഉമ്മ ഇപ്പോൾ അതൊക്കെ ഗൂഗിൾ പേ അല്ലേ, കയ്യിൽ പൈസ കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ആരങ്ങനെ നിൽക്കണേ? വല്ല പോക്കറ്റ് അടിക്കാരും ഒക്കെ അടിച്ചു കൊണ്ടുപോകും നല്ലത്, നമ്മൾ പേടിക്കാനില്ല, സേഫാണ്. എന്നാലും മോനെ കയ്യിൽ കുറച്ച് പൈസ ആരെങ്കിലും മുന്നിൽ വന്ന് കൈ നീട്ടിയാൽ നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ തരീന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നടക്കുമോ? കയ്യിലുള്ളതാണ് കൊടുക്കുക എന്നല്ലാതെ. മോനെ കുറച്ച് വേഗം സ്പീഡിൽ വിടടാ, എൻ്റെ കുട്ടി പറ്റ തളർന്നിട്ടുണ്ട്. നവാസ് സ്പീഡിൽ കാർ ഓടിച്ചു കൊണ്ടിരുന്നു. ഉമ്മ ഏത് ഹോസ്പിറ്റലിലേക്കാണ്? ആദ്യം കാണുന്ന നല്ല ഹോസ്പിറ്റൽ ഏതാ വെച്ചാൽ അതിലേക്കാണ് കയറിക്കോ, അല്ല അപ്പം എന്താ. നേരെ കാഷ്വാലിറ്റിയുടെ മുമ്പിലേക്ക്. ഷമ്മാസിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും അവർ വീൽ ചെയറുമായൊക്കെ എത്തി. ഷമ്മാസിനെ അതിലിരുത്തി അതാ കൊണ്ടുപോകുന്നു. എന്തു പറ്റിയതാണ്? ഒന്നുമല്ല, പനിയാണ്, പനി കൂടിയതാണ്. ഹോ, പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് അതാ ഷമ്മാസിനെ പരിശോധിക്കുന്നു. ഓ മൈ ഗോഡ്, എത്രയാണ്? 100 ഡിഗ്രിക്ക് മുകളിലാണ് പനിയുള്ളത്. നിങ്ങളെന്താ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്? എന്താ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ? പേഷ്യൻറ്റിൻ്റെ സ്ഥിതി വളരെയധികം അവതാളത്തിലാണ്. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്താൽ നിന്നത്? ഒരുപാട് സമയമായി തുടങ്ങിയിട്ട്. ഉമ്മ പറഞ്ഞു, ഇന്നലെ തന്നെ ഉണ്ട് പനി രാത്രിയൊക്കെ, പിന്നെ രാവിലെയാണ് കൂടിയത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ. എന്താ ഉമ്മ, എന്താ കാക്ക നിങ്ങളിങ്ങനെ നേരം വൈകിപ്പിച്ചത്? ഈ ഒരു ടൈമിന് അറിയുന്നതല്ലേ പനിയുടെ സ്ഥിതിഗതികളൊക്കെ, ആകെ വേഗം കാണിക്കണം എന്നൊക്കെ. നേഴ്സ് ആ പേഷ്യൻറ്റിന് ഒരു ട്രിപ്പ് ഇട്ട് കൊടുക്കൂ, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? നേരത്തെ കുറച്ച് കഞ്ഞി. അതൊന്നും ഉണ്ടാവില്ല, കാരണം ശരീരമാകെ തളർന്നു പോകും. കണ്ടില്ലേ പനിയുടെ അളവ് നിങ്ങൾ കണ്ടോ? എത്രയാണിത്? മനുഷ്യൻ വരെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലാണ്, അത്രയ്ക്ക് കൂടുതലാണ് പനിൻ്റെ അളവ്. പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഷിഫ നൽകു റഹ്മാനെ. ഷമ്മാസ് കണ്ണുപോലും തുറക്കുന്നില്ല. ഡോക്ടർ ചോദിച്ചു, എന്തെങ്ങനെ പനി കൂടാനുള്ള കാരണം? അത് ഒന്നുമില്ല, ഇന്നലെ വൈകുന്നേരം അവന് വന്നപ്പോഴന്നെ, ഷോപ്പിൽ നിന്ന് വന്നപ്പോഴന്നെ ഓനക്ക് തീരെ വയ്യ. ഇപ്പോൾ പല രീതിയിലുള്ള പനികളുണ്ട്, അപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും. തൽക്കാലം ക്ഷീണം ഒന്ന് മാറട്ടെ, അപ്പോഴേക്കും ബ്ലഡ് എടുക്കാം. സിസ്റ്റർ, പേഷ്യൻറ്റ് ഷമ്മാസ് അഡ്മിഷൻ.
ഓക്കെ, 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. എന്നിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് നോക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഒക്കെ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, വാർഡ് വേണോ അത് റൂം വേണോ? ഉമ്മ പറഞ്ഞു റൂം എടുക്കാം, അല്ലാത്തപ്പോൾ ശരിയാവില്ലല്ലോ. എങ്കിൽ സിസ്റ്റർ ഇവർക്കുള്ള റൂമൊന്ന് കാണിച്ചു കൊടുക്കൂ. റൂം നമ്പർ 217. അപ്പോഴേക്കും ഷമ്മാസിനെ അങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങളവിടെ പോയിക്കോളൂ. സിസ്റ്റർ ബ്ലഡ് എടുക്കാൻ വേണ്ടി വരുന്നു. ഷമ്മാസ് ഒന്നും അറിയുന്നില്ല. അവനങ്ങനെ തളർന്ന് ഗ്ലൂക്കോസിൽ കിടക്കുകയാണ്. സിസ്റ്റർ അവൻ്റെ കൈ പിടിച്ച് ഞരമ്പ് കിട്ടാൻ വേണ്ടി അതാ അവൻ്റെ കൈ പതുക്കെ അടിക്കുന്നു. ആ ഒരു അടി അത് കിട്ടിയപ്പോൾ ഷമ്മാസ് അറിയാതെ കണ്ണു തുറന്നു. ഞാനെവിടെയാണ്? ഹലോ ഷമ്മാസ്. നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലാണ്. നിങ്ങളുടെ ബ്രദറും ഉമ്മയൊക്കെ ഇത് അവിടെ ഉണ്ട് റൂമിൽ. ഓക്കെ, ടെൻഷൻ ആവേണ്ട കേട്ടോ, കുറച്ച് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൈയൊന്ന് അയച്ചു പിടിക്കൂ. ഷമ്മാസിൻ്റെ ആ ഞരമ്പിനുള്ളിലേക്ക് അതാ ഇഞ്ചക്ഷൻ കയറുന്നു. ഒരുപാട് ബ്ലഡ് വലിച്ചെടുക്കുന്നു. അതൊന്നും ഷമ്മാസിന് ഒരു വേദനയായി തോന്നിയതേയില്ല. പക്ഷേ തൻ്റെ മനസ്സാണ് ഇപ്പോഴും വേദനിക്കുന്നത്. അതെ, എൻ്റെ പനി എങ്ങനെ മാറും? എൻ്റെ മനസ്സിനാണ് വേദന. എൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റാതെ എൻ്റെ അസുഖം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് സിസ്റ്റർ വന്നു. ഷമ്മാസ്, റൂമിലേക്ക് പോകാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? തലകറക്കമുണ്ടോ? ഹേ എന്ന് പറഞ്ഞ് ഷമ്മാസ് തലയാട്ടി. അപ്പോഴേക്കും അത് ആ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ഷമ്മാസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഷമ്മാസിനെ അതാ റൂമിലെത്തിച്ച് ഗ്ലൂക്കോസ് ഒന്നുകൂടി സെറ്റാക്കി കൊടുത്തു. അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്, ഒന്നും അറിയുന്നില്ല. എന്തൊക്കെയോ തലക്കകത്ത് വല്ലാത്തൊരു കനം വന്ന് കിടക്കുകയാണ്. മോനെ, ഷാമോനെ, എൻ്റെ കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല ഉമ്മ. ഉമ്മ, ഗ്ലൂക്കോസ് കയറുന്നുണ്ടല്ലോ, അത് മതി. മോനെ, കുറച്ച് ചായ കൊണ്ടുവന്ന് തരട്ടെ? നവാസേ, മോനക്ക് എന്തെങ്കിലും ഭക്ഷണം? ഹേയ് വേണ്ട ഉമ്മ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എന്തെങ്കിലും കഴിക്കും മോനെ, നവാസ് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇക്ക, ഇപ്പോൾ ഒന്നും വേണ്ട. സമയം ഇരുട്ടാകുന്നു. ഉമ്മ ഷമ്മാസിൻ്റെ അടുക്കൽ തന്നെ ആ ബെഡിലിരിക്കുന്നു. അവൻ്റെ മുടിയിഴകളിലൂടെ പതുക്കെ തലോടി കൊടുക്കുന്നു. പെട്ടെന്ന് ഷമ്മാസിൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നു. ഹിജാബി, ഉമ്മ, എൻ്റെ ഹിജാബി. മോനെ, ഷാമോനെ, നീ എന്താ പറഞ്ഞത്? ഹിജാബി. ഷമ്മാസ്, എന്താടാ പറയുന്നത്? അപ്പോഴേക്കും നവാസും വാതിൽ തുറന്നെത്തി. ഉമ്മ, എന്ത് പ്രശ്നം? എന്താ? ഷമ്മാസേ, എന്താടാ? എന്താ നിനക്ക് വേണ്ടത്? ഇക്കാക്കയുടെ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഷമ്മാസിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഒന്നുമില്ല എന്ന മട്ടിൽ. താൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ ഹിജാബി തന്നോട് ചെയ്ത ഈ ഒരു അവസ്ഥ സഹിക്കാൻ കഴിയാതെയാണ് ഷമ്മാസിന് ടെൻഷനായതും പനി കൂടിയതും എല്ലാം. ഒരു പക്ഷേ ഹിജാബി അവൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാവുമായിരിക്കും. പക്ഷേ എങ്ങനെ? ഒരിക്കലും അവൾക്ക് വരാൻ പറ്റില്ലല്ലോ. വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഷിഫിയയും കൂട്ടി വരികയാണെങ്കിൽ തന്നെ അതെങ്ങാനും വീട്ടുകാരറിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്നെ കോളേജിലേക്ക് വിടുന്ന പ്രശ്നം ഉണ്ടാവില്ല ഒരിക്കലും. കാരണം മറ്റൊന്നുമല്ല, നുസൈബ, അതെ ഹിജാബി, അവൾ മറ്റൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ച പെണ്ണാണ്. 1 വർഷം കഴിഞ്ഞാൽ അവരുടെ നിക്കാഹ് ഉണ്ടാകും. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ചെറിയൊരു കാരണം മതി എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊക്കാൻ. തൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് ഹോസ്പിറ്റലിലാണ് എന്ന കാര്യം ഹിജാബി അറിയുന്നേയില്ല. ആ രാത്രി അവളതാ ഫോണെടുക്കുന്നു. ഫോണെടുത്ത് ഷമ്മാസിൻ്റെ നമ്പർ അൺബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്കാക്കിയിട്ട ആ നമ്പർ. പാവം എൻ്റെ ഷമ്മാസ് വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഒരിക്കലും അവനുമായി ഒന്നും വേണ്ട എന്നൊക്കെ ഞാൻ കരുതിപ്പോയി. കാരണം എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയില്ലേ, ഇനി അവനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾക്ക് കുറ്റബോധം തോന്നി. ഇല്ല, പാവം, എനിക്ക് പുറത്തു നിന്നാൽ മതിയായിരുന്നു. പാവം ഷമ്മാസ് എന്നെ ജീവന തുല്യം സ്നേഹിച്ച ആളാണ്. അത് ഞാൻ ബ്ലോക്കാക്കിയപ്പോൾ ശരിക്കും ടെൻഷനായിട്ടുണ്ടാവും. മാത്രമല്ല ഷിഫ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പെണ്ണ് കാണാൻ വന്ന കാര്യമൊക്കെ. പാവം ഷമ്മാസ്, അവൾക്ക് അവനെ കാണണമെന്ന് തോന്നി.
ആ ദിവസം ഷോപ്പിൽ കയറി വരെ നോക്കി, ഇല്ല, ഷമ്മാസ് അവിടെ ഇല്ല. ഷമ്മാസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. ഷമ്മാസിന് മെസ്സേജ് അയക്കുകയാണ് അവൾ. ഹായ് ഷമ്മാസ്, എന്നോട് നീ ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയല്ല ഇങ്ങനെയൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തത്. ഞാൻ അന്നും ക്ലാസ്സിന് പോരുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത് നിന്നെ ഇന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ടെന്ന്. ഞാനാകെ സങ്കടപ്പെട്ടു പോയി. എനിക്ക് ഒരു നിമിഷം പോലും എന്ത് പറയണം എന്നറിയാതെ ഞാൻ തേങ്ങിക്കരഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചു. എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഷമ്മാസ്? ഞാനല്ലല്ലോ ഇതിൻ്റെ ഒന്നും ആള്, ഒരിക്കലും അല്ല ഷമ്മാസ്. എനിക്കെൻ്റെ ഷമ്മാസിനെ മാത്രമാണ് ഇഷ്ടം. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ എൻ്റെ ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിധി എന്താണെന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ ഇനിയും എൻ്റെ കൈപ്പേറിയ ജീവിതം ആസ്വദിക്കേണ്ടി വരും. എനിക്ക് ഒരിക്കലും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. എനിക്കറിയാം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴും ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനൊന്നും അറിയാതെ, എൻ്റെ ഇഷ്ടം നോക്കാതെ വീണ്ടും ഒരു വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു ജീവിതം തന്നെ വളരെയധികം കഷ്ടപ്പെട്ടതാണ്. ഇനി ഇതാ മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ ഒരു തടവുകാരിയെപ്പോലെ എന്നെ കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഷമ്മാസ്, എന്നോട് നീ ക്ഷമിക്കണം. ഒരിക്കലും ഞാനല്ല ഇതിന് കാരണക്കാരി. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മനസ്സിനുള്ളിൽ ഷമ്മാസ് ഉണ്ടാകും. ഒരിക്കലും എൻ്റെ മനസ്സ് ഇനി മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഒരു പക്ഷേ അവരുടെ കൂടെയാണ് എൻ്റെ ജീവിതമെങ്കിലും എനിക്ക് ഷമ്മാസിനെ മറക്കാൻ കഴിയില്ല. സത്യമായിട്ടും എന്തെങ്കിലും ഒരിക്കൽ ഷമ്മാസ് എന്നെ തേടി വരികയാണെങ്കിൽ ഞാൻ ഷമ്മാസിൻ്റെ കൂടെ വരും, അതുറപ്പാണ്. അല്ലാതെ എനിക്കിവിടുന്ന് എങ്ങോട്ടും പോരാൻ വയ്യ. എനിക്ക് ഒന്നും പറയാൻ വയ്യ ആരോടും. സത്യമായിട്ടും ഷമ്മാസ്, എൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ട് ഇപ്പോഴും. നുസൈബ അതാ വലിയൊരു മെസ്സേജാണ് ഷമ്മാസിന് വേണ്ടി വിട്ടത്. പക്ഷേ ഷമ്മാസിൻ്റെ ആ ഫോൺ ഇല്ല. അത് ബ്ലൂ ടിക്ക് കാണുന്നില്ല, ഡബിൾ ടിക്കും കാണുന്നില്ല. ഒരു നിമിഷം നുസൈബ വിചാരിച്ചു, പഠിച്ചോനെ എന്നെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടമല്ലാതായിരിക്കും. കാരണം ഞാൻ വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേ. അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ഷമ്മാസ് പോയിട്ടുണ്ടാവും. നുസൈബ ഒരുപാട് സമയം ഓൺലൈനിൽ നോക്കി. ഇല്ല, ഷമ്മാസിനെ കാണുന്നില്ല. എപ്പോഴോ പോയതാണ്. ഇന്നലെ രാത്രി എങ്ങാണ്ട് പോയതാണ്. യെസ്റ്റർഡേ ആണ് ലാസ്റ്റ് സീന്. ഇന്നില്ല. ഇല്ല, ഷമ്മാസ് എന്നെ ഉപേക്ഷിച്ച് പോയി. ഇനി ഒരിക്കലും അവരെന്നെ തിരഞ്ഞു വരില്ലായിരിക്കും. ഒരിക്കലും എന്നെ കാണാൻ വേണ്ടി വരില്ല. അല്ലെങ്കിലും എന്നെ ആര് കാണാൻ വരാൻ? ഞാൻ പേരിന് രണ്ടാം കെട്ടുകാരിയുമാണ്. ഇപ്പോഴിതാ മറ്റൊരുത്തനുമായി വിവാഹം ഉറപ്പിച്ചവളുമാണ്. എന്നെ ആർക്കും എന്നെ ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ ജീവിതം ഇനി നരകതുല്യമായിരിക്കും. ഇങ്ങനെ തന്നെയായിരിക്കും. പഠിച്ചോനെ, എന്താ റഹ്മാനെ എനിക്ക് നീ ഇങ്ങനെ വിധിച്ചത്? നുസൈബ പൊട്ടിക്കരയുകയാണ്. വീണ്ടും വീണ്ടും അവൾ ഫോണെടുത്ത് നോക്കി. അവൾ വീണ്ടും മെസ്സേജ് അയച്ചു. ഷമ്മാസ് പ്ലീസ്, നീ എന്താ ഒരു റീപ്ലൈ തരാത്തത്? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഷമ്മാസ് പ്ലീസ് ഒരു റീപ്ലൈ തരൂ. ഒരു കോൾ ചെയ്യട്ടെ എന്ന് തോന്നി. പക്ഷേ വേണ്ട, അത് വേണ്ട. എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാകുന്ന ഷമ്മാസ് എന്തുകൊണ്ട് വരുന്നില്ല? അതോ എന്നെ ബ്ലോക്ക് ചെയ്തോ? എനിക്കറിയുന്നില്ല. ഞാനാണ് മണ്ടത്തരം കാണിച്ചത്. ഒരു കല്യാണക്കാരൻ വന്നപ്പോഴേക്കും ഷമ്മാസിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അതൊന്നുകൊണ്ടുമല്ല, വിഷമങ്ങൾ പറയാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. നുസൈബ ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതെ, എന്നെ ഉപേക്ഷിച്ച് ഷമ്മാസ് പോയി. അതെനിക്കറിയാം. അല്ലെങ്കിലും എന്നൊക്കെ ആർക്ക് പറ്റാനോ? അവന് പോയി. അവന് നല്ല പെൺകുട്ടികളെ കിട്ടട്ടെ. അവരവിടെ സുഖമായി ജീവിക്കട്ടെ. ഞാൻ ഇതാ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചോളാം. അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പേടിച്ചുകൊണ്ട് ഒരു വേലക്കാരിയെപ്പോലെ ഞാൻ ജീവിക്കും. അതായിരിക്കും എൻ്റെ വിധി. അല്ലാതെ എൻ്റെ സ്വപ്നങ്ങൾ, ഞാനൊരു ഡോക്ടറായി ഷമ്മാസിൻ്റെ ഭാര്യയായി ജീവിക്കണം എന്നുള്ള സ്വപ്നത്തിലാണ് ഞാനിപ്പോഴുള്ളത്. അതെല്ലാം തകർന്നടിഞ്ഞു പോവുകയാണ്. പഠിച്ചോനെ, ഞാൻ ഒരുപാട് സ്വപ്നം കാണരുതായിരുന്നു. അതെല്ലാം തകർന്നടിയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എന്തെല്ലാമായിരുന്നു സ്വപ്നങ്ങൾ. ഡോക്ടർ,
നുസൈബ ഷമ്മാസ്. അതെ, ഹോസ്പിറ്റലിന് മുമ്പിൽ ആ ഒരു ബോർഡ് വെക്കണം, വീടിന് മുമ്പിൽ അത് വെക്കണം. എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. ഹേയ്, നുസൈബ ഷമ്മാസ് എന്നുള്ള ആ ഒരു പേര്, അതെനിക്ക് പഠിച്ചോനെ, എനിക്ക് വിധിയില്ലേ അതിനൊന്നും. മനസ്സിൽ സൂക്ഷിച്ച ഒരുപാട് സ്വപ്നങ്ങൾ അയവിറക്കിക്കൊണ്ട് നുസൈബ ആ രാത്രി ഉറങ്ങാൻ കഴിയാതെ കിടക്കുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറക്കം വരുന്നില്ല. ഉറപ്പായി ഷമ്മാസ് എന്നെ ഉപേക്ഷിച്ച് പോയി. ഇനി ഒരിക്കലും അവൻ എന്നെ തേടി വരില്ല, അവൻ എന്നെ ഇഷ്ടപ്പെടില്ല. കാരണം ഞാനിന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ടില്ലെങ്കിലും എന്നെ പറഞ്ഞു വെച്ചതല്ലേ കല്യാണത്തിന് വേണ്ടി. ഇല്ല, ഇനി അവൻ എന്നെ തേടി വരില്ല ഒരിക്കലും. നുസൈബയുടെ തലയിണ കണ്ണുനീരിൽ കുതിർന്നു. അവൾക്ക് ആ രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. ഷമ്മാസ്, നീ എന്നെ വിട്ടു പോരുത് പ്ലീസ്. നീ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. മറ്റൊരുത്തനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ചേർക്കാൻ ഇനി കഴിയില്ല. ഷമ്മാസ് പ്ലീസ്, നീ ഒന്ന് റീപ്ലൈ താ എനിക്ക്. പക്ഷേ ഷമ്മാസിൻ്റെ ഫോൺ അവൻ്റെ അടുത്തില്ലായിരുന്നു. അത് വീട്ടിലായിരുന്നു. ഫോണോ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതെല്ലാം വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഷമ്മാസ് പോന്നത്. വീട്ടിലുള്ളത് ഇപ്പോൾ അതാ ഫൈസലും ഷമ്മാസിൻ്റെ 2 മൂത്തച്ചികളുമാണ്. എന്തൊക്കെ തന്നെയായാലും അവർ മിക്കവാറും അവൻ്റെ റൂമൊക്കെ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അവൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാനും അവർ മടിക്കൂല. എന്തൊക്കെയായാലും ഷമ്മാസ് എപ്പോഴെങ്കിലും എന്നെ അൺബ്ലോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനിൽ വരുമ്പോഴോ താൻ അയച്ച മെസ്സേജ് കണ്ടോട്ടെ എന്ന് കരുതി നുസൈബ അത് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചില്ല. അതവിടെ തന്നെ വെച്ചോട്ടെ. കാരണം ഷമ്മാസ് അത് കാണും. എൻ്റെ മനസ്സിലുള്ള വേദന അവൻ അറിയട്ടെ എന്ന് കരുതി നുസൈബ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാ ഇനി എന്തൊക്കെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.